സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സസൈസ് 1.1ലുള്ള 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5 are composite numbers. അതായത് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പേഴ്സും അതുപോലെ തന്നെ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ, ആ നമ്പറും ഒരു കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ വേണം. അതെന്തുകൊണ്ടാണ് കോമ്പോസിറ്റ് നമ്പർ ആയത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ വേണം. അപ്പൊ നമുക്ക് ആദ്യം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതിനെ ചെക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഈ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? എ കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. കോമ്പോസിറ്റ് നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. അതായത് സീറോയ്ക്ക് മുകളിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 അങ്ങനെ പോകുന്നതാണ് സീറോയ്ക്ക് മുകളിലുള്ള നമ്പർ. ആ നമ്പറിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സീറോയ്ക്ക് താഴെയുള്ള, അതായത് -1 -2 -3 അങ്ങനെ പോകുന്നതാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വരാൻ പാടില്ല. -1 -2 അങ്ങനെയുള്ള നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഒന്നും വരാൻ പാടില്ല. പകരം എന്താ വരാവൂ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വരാവൂ. കൂടാതെ എന്താണ്? ഗ്രേറ്റർ ദാൻ 1, അത് ഒന്നിനെക്കാട്ടി കൂടുതലായിട്ടുള്ള നമ്പേഴ്സ്, ഒന്നിനു മുകളിലുള്ള നമ്പേഴ്സ്, അതായത് 2 തൊട്ട് അങ്ങോട്ടുള്ള നമ്പേഴ്സുകളാണ് ഈ കോമ്പോസിറ്റ് നമ്പർ സെറ്റിൽ വരത്തുള്ളൂ. ഒന്നൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ദാറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഈ കോമ്പോസിറ്റ് നമ്പറിന് എന്തുണ്ടായിരിക്കണം? 2-ലധികം ഫാക്ടേഴ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ഓരോ നമ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നമ്പർ എന്ന് എഴുതാം. അടുത്ത ഫാക്ടേഴ്സ്. ഫസ്റ്റ് ഞാൻ 1 എടുക്കുകയാണ്, അല്ലേ? സീറോ കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 1ന്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ 1. ഓക്കെ. അപ്പൊ നമ്മളോട് ഇവിടെ കോമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണ് പറയണത്? ഗ്രേറ്റർ ദാൻ 1, 1ന് മുകളിലുള്ളതായിരിക്കും എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ബിക്കോസ് കോമ്പോസിറ്റ് നമ്പറിന് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 2 ഫാക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ ഈ 1 എന്ന് പറയുന്ന നമ്പറിന് 2 ഫാക്ടർ ഉണ്ടോ? ഇല്ല, ഒരേ ഒരു ഫാക്ടേഴ്സേ ഉള്ളൂ. അപ്പൊ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് 1 വന്നിട്ടൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. കോമ്പോസിറ്റ് നമ്പർ അല്ല. ഓക്കെ. അടുത്ത നമ്പർ നമുക്ക് ഏതെടുക്കാം? 2 എടുക്കാം. 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ? 1 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാണ്? 2 ടൈംസ്, അല്ലെ? 1ന്റെ ടേബിൾ 2 ടൈംസ് പറഞ്ഞാൽ നമുക്ക് 2 കിട്ടും, ബാലൻസ് 0. അപ്പോൾ 1 കൊണ്ട് നമുക്ക് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ന്റെ ടേബിൾ 2ൽ എത്ര വട്ടം പറയാൻ പറ്റും? 1 വട്ടം പറയാൻ പറ്റും, അല്ലെ? 1 2s are 2, ബാലൻസ് 0. അപ്പം അതായത് 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 2ന്റെ ഫാക്ടർ ആരൊക്കെയാണ്? 1ഉം 2ഉം ആണ്. ഓക്കെ. അപ്പൊ 2 1ഉം 2ഉമാണ്. അപ്പൊ എത്ര ഫാക്ടർ ഉണ്ട്? 2 ഫാക്ടറേ ഉള്ളൂ. ഇവിടെ എന്താണ് പറയുന്നത്? ദാറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടർ. 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആവുള്ളൂ. അപ്പൊ 2ന് ആകെ ഉള്ളത് 2 ഫാക്ടർ ആണ്. അപ്പൊ ഇതെന്തല്ല? കോമ്പോസിറ്റ് നമ്പർ അല്ല. അപ്പം 2 പിന്നെ വേറെ ആരാണ്? നമുക്ക് നോക്കാം. പ്രൈം നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. പ്രൈം നമ്പറിന് ഓൺലി 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഓൺലി 2 ഫാക്ടേഴ്സ്. അപ്പൊ പ്രൈം നമ്പറിന് 2 ഫാക്ടർ ഉള്ളൂ. അത് ആരൊക്കെയാണ്? 1 വന്നിട്ട് 1ഉം അടുത്ത് വന്നിട്ട് ദ നമ്പർ ഇറ്റ് സെൽഫ്. അതായത് പ്രൈം നമ്പറിന്റെ ഫാക്ടർ 1ഉം പിന്നെ ആ നമ്പറും, ഏതാണോ ആ പ്രൈം നമ്പർ ആ നമ്പർ ആയിരിക്കും അതിന്റെ ഫാക്ടർ ആയിട്ട് വരിക. അതായത് 1ഉം ആ നമ്പറും. ശരിയാണല്ലോ? 2ന്റെ ഫാക്ടർ 1ഉം പിന്നെ ആ 2 തന്നെയാണ് ഫാക്ടർ ആയിട്ട് വന്നത്. അപ്പൊ ഇത് വന്നിട്ടൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. ഇത് വന്നിട്ട് എന്താണ്? പ്രൈം നമ്പർ ആണ്. ഓക്കെ. അപ്പം
പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒന്നും പിന്നെ ആ നമ്പറുമാണ് പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ അല്ല, കാരണം പ്രൈം നമ്പറിന് എപ്പോഴും 2 ഫാക്ടറേ ഉള്ളൂ. കോമ്പോസിറ്റ് നമ്പറിന് എത്ര ഫാക്ടർ വേണം? മോർ ദാൻ 2 വേണം. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളെങ്കിലേ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആവുള്ളൂ. അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈം നമ്പർ. പ്രൈം നമ്പറിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രൈം നമ്പർ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? 2 ഫാക്ടർ ആണ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 2ലധികം ഫാക്ടർ വരുന്നതാണ്. അപ്പോൾ പ്രൈമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയണം. അടുത്ത നമുക്ക് നോക്കാം 3. 3 എടുത്തു കഴിഞ്ഞാൽ 3യെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 ടൈംസ് 0. പിന്നെ 3യെ നമുക്ക് 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, 1s 3s are 3 0. അപ്പൊ 3യുടെ ഫാക്ടർ ഏതാണ്? 1ഉം 3യും അല്ലെ, 1 and 3. അപ്പൊ ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണോ? അല്ല, കാരണം ഇവിടെ 2 ഫാക്ടർ ഉള്ളൂ. 2ലധികം ഫാക്ടർ വന്നാലേ കോമ്പോസിറ്റ് നമ്പർ ആവുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് എന്തെടുക്കാം? 4 എടുക്കാം. 4ന് നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, 4 ടൈംസ് 4 ബാലൻസ് 0. അപ്പോൾ 1 കൊണ്ട് 4നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ഈസ് ദ ഫാക്ടർ ഓഫ് 4. അടുത്ത നമുക്ക് 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 ടൈംസ് 4 ബാലൻസ് 0. അപ്പോൾ 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 വന്നിട്ട് 4ന്റെ ഫാക്ടർ ആണ്. 3 പറ്റില്ല. അടുത്ത നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 കൊണ്ട് 4നെ 1 ടൈംസ് 4, 1 4s are 4 ബാലൻസ് 0. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, എത്ര ഫാക്ടർ കിട്ടി? 1 2 3 ഫാക്ടേഴ്സ് കിട്ടി. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ഹാസ് മോർ ദാൻ 2 ഫാക്ടർ. 2ലധികം ഫാക്ടർ ഉണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് നമ്പർ ആവുള്ളൂ. ഇവിടെ 2ലധികം ഉണ്ടല്ലോ, 1 2 3 3 ഫാക്ടർ വരുന്നുണ്ട്. അപ്പം 4 വന്നിട്ടൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പർ കണ്ടുപിടിക്കണം എന്നുള്ളത്? 4ന് 3 ഫാക്ടർ ഉണ്ട്. അപ്പൊ അത് 2ൽ കൂടുതൽ ഫാക്ടർ ആണ്. 2ലധികം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. പിന്നീട് നമുക്ക് 5 നോക്കാം. 5നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 ടൈംസ് 0. 5നെ നമുക്ക് 5നെ 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, 1 5s are 5 0. അപ്പൊ 1ഉം 5ഉം മാത്രമാണ് 5ന്റെ ഫാക്ടർ. 5ന്റെ ഫാക്ടർ 1ഉം പിന്നെ 5ഉം. സോ 1ഉം 5ഉം ആണ് മാത്രം, 2 2. അതായത് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഇത് പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ ആവുന്ന 1ഉം പിന്നെ ആ നമ്പർ അല്ലെ, 1ഉം പിന്നെ ആ നമ്പർ തന്നെയാണ് ഫാക്ടർ ആയിട്ടുള്ള. സോ ദിസ് ഈസ് പ്രൈം നമ്പർ. അടുത്ത് നമുക്ക് 6 എടുക്കാം. 6നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ, 3 ടൈംസ് 6 0. അപ്പൊ 2 കൊണ്ട് പറ്റും. പിന്നെ എന്ത് പറ്റും? 1 കൊണ്ട് പറ്റും. 6 ടൈംസ് 1ന്റെ ടേബിൾ 6 ടൈംസ് പറഞ്ഞാൽ 6 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 1 പറ്റും, 2 പറ്റും, പിന്നെ 6നെ നമുക്ക് 3 കൊണ്ട് പറ്റും. 3യുടെ ടേബിൾ 2 ടൈംസ് പറഞ്ഞാൽ 6 കിട്ടും, ബാലൻസ് 0. അപ്പൊ 3 കൊണ്ട് ഈ 3 കൊണ്ട് നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വരുന്നത് 4 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 6നെ 6 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്താൽ 1 ടൈംസ് അല്ലെ, 6ന്റെ ടേബിൾ 1 ടൈംസ് പറഞ്ഞാൽ 6 0. അപ്പൊ 6 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 6ന്റെ ഫാക്ടർ ആരൊക്കെയാണ്? 1 2 3 6 അല്ലെ. അപ്പൊ ഇത് 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടല്ലോ, 1 2 3 4 ഫാക്ടർ ഉണ്ട് അല്ലെ. 2ലധികം ഫാക്ടർ വന്നാലേ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആവുള്ളൂ. അപ്പൊ 6 വന്നിട്ടൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും കണ്ടുപിടിക്കുന്നത്. പ്രൈം നമ്പർ ആണെങ്കിൽ 2 ഫാക്ടറേ കാണത്തുള്ളൂ. അതെന്താണ്? ആ നമ്പറും പിന്നെ 1ഉം പിന്നെ ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ ഫാക്ടർ. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ 2ലധികം ഫാക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ 1 വന്നിട്ട് ഒരു പ്രൈം നമ്പറും അല്ല, ഒരു കോമ്പോസിറ്റ് നമ്പറും അല്ല. പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ പറയുന്നത് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. അങ്ങനെ നോക്കുമ്പോൾ 2 ഫാക്ടർ വരണം. പക്ഷെ 1ന് വന്നിട്ട് ഒരേ ഒരു ഫാക്ടറേ വരുന്നുള്ളൂ. 2 ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ ആവത്തുള്ളൂ. പക്ഷെ 1ന് 1 എന്ന് പറയുന്ന ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ. സോ ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ. പ്രൈം നമ്പറും അല്ല. പിന്നെ കോമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ 2ലധികം ഫാക്ടർ വരണം. പക്ഷെ ഇവിടെ ആകെ ഒരു ഫാക്ടറേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു കോമ്പോസിറ്റ് നമ്പറും അല്ല. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഈ നമ്പറുകളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫാക്ടർ കണ്ടുപിടിക്കുക. അതിന്റെ എല്ലാ ഫാക്ടറും കണ്ടുപിടിച്ചിട്ട് അത് എണ്ണി നോക്കുക. അത് 2ലധികം ഫാക്ടർ ഉണ്ടെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. 2ലധികം ഫാക്ടർ ഇല്ല, അതൊരു പ്രൈം നമ്പർ. നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ
അതൊരു പ്രൈം നമ്പർ ആണ് കിട്ടണമെങ്കിൽ അതിന്റെ ഫാക്ടർ എന്തായിരിക്കും? 1ഉം പിന്നെ ആ നമ്പറും മാത്രമായിരിക്കും. അപ്പൊ രണ്ടേ രണ്ട് ഫാക്ടറെ കാണത്തുള്ളൂ എങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല, അതൊരു പ്രൈം നമ്പർ ആണ്. അങ്ങനെ നമുക്ക് ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു സെറ്റ് ചെയ്ത് നോക്കാം. സെറ്റ് എന്താണ് പറയുന്നത്? 7 × 11 × 13 + 30. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. ഇത് നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ? 7 × 11 × 30. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ എല്ലാം ഫാക്ടർ ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാമായിരുന്നു അല്ലെ? ഇതെല്ലാം ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് 3 × 2 × 1 എന്ന് വെച്ചോ. 3 × 2 × 1 എന്ന് വെച്ചാൽ എത്രയാണ്? 6. ഈ 6ന്റെ ഫാക്ടർ തന്നെയാണല്ലോ 3ഉം 2ഉം 1ഉം. അതുപോലെ ഈ മൂന്ന് നമ്പർ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസറിന്റെ ഫാക്ടർ തന്നെയാണ് ഈ മൂന്ന് നമ്പർ എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് അല്ലെ? ഈ പ്ലസ് 13 എന്നുണ്ട്. അതായത് ഇത് ഇത്രയും മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ 13 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ നമ്പറിന്റെ ഫാക്ടർ ആണ് അറിയേണ്ടത്. അതുകൊണ്ട് അതിന്റെ അങ്ങനെ കിട്ടുന്ന നമ്പറിന് ഇതെല്ലാം ഫാക്ടർ ആകണമെന്നില്ല. അതിന്റെ ഫാക്ടർ ചിലപ്പോൾ വേറെ നമ്പേഴ്സുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ളും കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഫാക്ടർ എഴുതാൻ പറ്റുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ്സോ അഡീഷൻ നമ്പർ ഒന്നും ഇല്ലാണ്ട് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് തരുന്നതെങ്കിൽ അതിന്റെ ഫാക്ടർ ആണ് ചോദിക്കണമെങ്കിൽ ഇത് തന്നെയാണ് അതിന്റെ ഫാക്ടർ. നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റ് ആയിട്ട് ഇത് തന്നെയാണ് ആ നമ്പറിന്റെ ഫാക്ടർ എന്ന് എഴുതാം. ഇവിടെ പക്ഷെ ഒരു ആഡ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ പറ്റും. ഓക്കെ, ഇവിടെ നോക്കൂ, AB + AC. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് ഇരിക്കുന്നത് അല്ലെ? നടുക്കൊരു പ്ലസ് ഉണ്ട്, ഇവിടെ കുറച്ച് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ കുറച്ച് നമ്പേഴ്സ്. അപ്പൊ ഇതും ഈ ഒരു ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഫോർമാറ്റിൽ നോക്കൂ, ഇവിടെ കോമൺ ആയിട്ട് A ഉണ്ട്, ഇവിടെയും കോമൺ ആയിട്ട് A ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Aയെ പുറത്തെടുക്കാമല്ലോ അല്ലെ? അപ്പൊ എങ്ങനെ എടുക്കാം? A ഓഫ്, ഇവിടെ നിന്ന് Aയെ പുറത്തു പോയാൽ ഇവിടെ അതിന് ആരേ ഉള്ളൂ? B. പിന്നെ ഈ പ്ലസ്, ഈ AC നിന്ന് A പുറത്തു പോയാൽ ആരേ ഉള്ളൂ? C. ഓക്കെ, AB + AC ആണെങ്കിൽ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള Aയെ നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ അകത്ത്? ഈ Bയും പിന്നെ ഈ Cയും മാത്രമേ അകത്തുള്ളൂ. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കാനാണ്. അപ്പൊ ഇതേ മെത്തേഡിൽ നമുക്ക് ഇതും ചെയ്യാൻ സാധിക്കും അല്ലെ? കാരണം ഈ സെറ്റിൽ 13 ഉണ്ട്, ഇവിടെയും 13 ഉണ്ട്. ഇതുപോലെ A അപ്പുറം ഇപ്പുറം A ഉള്ളതുപോലെ ഇവിടെയും 13 ഉണ്ട്, ഇവിടെയും 13 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 13 മാത്രം പുറത്ത് എടുക്കാം, കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കാരണം ഇവിടെയും കോമൺ ആയിട്ടുണ്ട്, ഇവിടെയും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ 13 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരേ ഉള്ളൂ? 7 × 11 അല്ലെ? 7 × 11. പിന്നെ ഈ 13 ഇങ്ങ് വെളിയിൽ വന്നു. ഇനി ഇവിടെ 13 ഇല്ല. ഇവിടെ ഇനി അടുത്ത ആരേ ഉള്ളൂ? പ്ലസ്. ഇനി ഈ 13ഉം പുറത്തു പോയി, കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു. അതുകൊണ്ട് ഇവിടെ ഇനി ആരേ ഉള്ളൂ? 1. എന്തുകൊണ്ടാണ് 1 എഴുതണമെന്ന് വെച്ചാൽ നമ്മൾ ഈ 13 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് ഇതുപോലെ ആവും. അതുപോലെ ഈ 13 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും. അപ്പൊ 13 കൊണ്ട് തിരിച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇതേ സെറ്റ് ആയിട്ട് മാറണം. അപ്പൊ അങ്ങനെ മാറണമെങ്കിൽ ഈ 13ന്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 ഇട്ട് കൊടുക്കണം. 1 ആണെങ്കിൽ മാത്രമേ 13 × 1 13 ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ A കോമൺ ആയിട്ട് നമ്മൾ എടുത്തതുപോലെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 13നെ പുറത്തെടുത്തു. ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഈ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുക്കുന്നത് എന്നുള്ളത്. ഇനി എന്ത് ചെയ്യാം? ഈ 13 ബ്രാക്കറ്റ് ഓഫ് 7ഉം 11ഉം കൂടെ ഇൻറ്റു ചെയ്യാലോ. 7ഉം 11ഉം ഇൻറ്റു ചെയ്താൽ 77 കിട്ടും, പ്ലസ് ഈ 1, വിച്ച് ഇംപ്ലൈസ് ഈ 13, ഈ 17 7ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 78. അപ്പം ഈ ബ്രാക്കറ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? 13 ഇൻറ്റു ആണ് ഇതിനെ മീൻ ചെയ്യുന്നത്. ഈ സെറ്റും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇതെന്ത് ചെയ്യാം? നമുക്കിവിടെ ബ്രാക്കറ്റിന് വരെ അവിടെ ഇൻറ്റു ഇടാം. ഇതിന്റെ സ്ഥാനത്ത് ഇൻറ്റു ഇടുക. ഇത് 77 1ഉം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 78 അല്ലെ? 77 + 1 78 × 30 ഇങ്ങനെ. ഇവിടെ നോക്കൂ, 78ഉം 13ഉം ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ. ആ ആൻസറിന്റെ ഒരു ഫാക്ടർ ആണ് 13ഉം 78ഉം. നമ്മൾ ആ ആൻസറിനെ 78 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 കിട്ടും. 13 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 78 കിട്ടും. അതുകൊണ്ട് നമുക്ക് 13 ഈസ് എ ഫാക്ടർ ഓഫ് ദിസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പർ. ഈ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന ആ ഒരു നമ്പറിന്റെ ഒരു ഫാക്ടർ ആണ് ഈ 13 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 78ന്റെ ഫാക്ടറും കൂടെ കണ്ടുപിടിച്ചാൽ മതി. 78നകത്ത് ഏതെല്ലാം ഫാക്ടർ ഉണ്ട് എന്നുള്ളത് മാത്രം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 78നെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ലീസ്റ്റ് ഡിജിറ്റ് ആവുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം
ഈവൻ നമ്പർ ആയതുകൊണ്ട് അല്ലേ 70 ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. സോ 78 ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണത്? 78 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 ഇൻറ്റു ടേബിൾ 7 6 ടൈംസ് അല്ലേ, സോറി 3 ടൈംസ് 6, 2 ഇൻറ്റു 3 6, ബാലൻസ് 1, പിന്നെ 8, 2 ടേബിൾ 9 ടൈംസ് പറഞ്ഞാൽ 18 കിട്ടും, ബാലൻസ് 0. അപ്പം 78നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 39 ആണ് ആൻസർ. ഓക്കെ, ഇനി ഈ 39 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദിസ് നമ്പർ ഈസ് ഓഡ്. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 9. 9 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിനെ നമുക്കൊരു ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഓഡ് നമ്പറിനെ നമുക്ക് മറ്റൊരു ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 39 ഏത് ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2ന്റെ നെക്സ്റ്റ് നമ്പർ ആവുന്നത് 3 കൊണ്ട് നമുക്ക് ഇന്ന് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് 3യെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 3 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഇനി 13 ഉള്ളൂ. 13 ഈസ് ദ പ്രൈം നമ്പർ. പ്രൈം നമ്പറിന് ആ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 13 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 13ന്റെ ടേബിൾ 13 1 ടൈംസ്, അപ്പം കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ 78ന്റെ ഫാക്ടർ ആരൊക്കെയാണ്? 2, 3, 30. ഓക്കെ, അപ്പൊ ഓൾറെഡി ഒരു ഫാക്ടർ 13 ആണ്. ഇൻറ്റു ഈ 78ന്റെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ നമ്പേഴ്സ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഈ നമ്പേഴ്സ് എല്ലാം എടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഈ 78ന്റെ സ്ഥാനത്ത് അതിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ 2 ഇൻറ്റു അടുത്ത 3 ഇൻറ്റു 30. അപ്പൊ ഇവിടെ എത്ര ഫാക്ടർ ഉണ്ട്? 1, 2, 3, 4, 4 ഫാക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ കോമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. ഓൾ കോമ്പോസിറ്റ് നമ്പർ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം, പോസിറ്റീവ് ആണ്. പിന്നെ അതിന്റെ ഫാക്ടേഴ്സ് മോർ ദാൻ 2. അപ്പൊ മോർ ദാൻ 2 ആണ്, കാരണം 4 ഫാക്ടർ ഉണ്ട്, 2-ലധികം ഫാക്ടർ ഉണ്ടായിരിക്കണം, അതുണ്ട്. അപ്പൊ ഇതൊരു എന്താണ്, ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? എക്സ്പ്ലെയിൻ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലനേഷൻ കൊടുക്കണം അല്ലേ. അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്താണ്? ദ കോമ്പോസിറ്റ് നമ്പർ have more than 2 factors, therefore it is a composite number. ഇപ്പൊ കോമ്പോസിറ്റ് നമ്പറിന് 2-ലധികം ഫാക്ടർ വരണം. ഇവിടെ 2-ലധികം ഫാക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് നമുക്ക് ഇത് പറയാം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെറ്റ് നോക്കാം. ഈ ഒരു സെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അടുത്ത സെറ്റ് എന്താണ്? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു പ്ലസ് 5 അല്ലേ. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുകയും അതിലൂടെ 5 ആഡ് ചെയ്യുകയും വേണം. നമുക്ക് ഇങ്ങനെ ഒരു നമ്പേഴ്സ് ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ, +5 ഇല്ലായിരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഈ നമ്പർ ഇൻറ്റു ചെയ്താലും അതിന്റെ ഫാക്ടർ ആണ്. ഇതെല്ലാം ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആ വാല്യൂവിന്റെ ഫാക്ടേഴ്സ് തന്നെയാണ് ഈ 7, 6, 5, 4, 3, 2, 1. അതുകൊണ്ട് നമുക്ക് ഈ ഫാക്ടർ എണ്ണിയിട്ട് ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു +5 കിടക്കണോണ്ട് ഇതെല്ലാം ഇൻറ്റു ചെയ്ത് അതിലൂടെ ഈ 5ഉം കൂടെ ഈ 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും. അതിന്റെ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇതൊരു കോമ്പോസിറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു സെറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ പ്ലസ് ആണ്. അപ്പൊ ഈ പ്ലസിന്റെ ഇവിടെയും അവിടെയും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ 5 ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? 5 ഉണ്ട് അല്ലെ. ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് 5 ഉണ്ട്. അതുകൊണ്ട് 5നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പം 5 ഓഫ് 7 ഇൻറ്റു 6 ഇൻറ്റു ഇനി 5 ഉണ്ടോ? 5നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി ആരേ ഉള്ളൂ? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് ഈ 5ഉം പുറത്ത് കോമൺ ആയിട്ട് എടുത്തത് കൊണ്ട് ഇനി ഈ 5ന്റെ സ്ഥാനത്ത് എന്ത് എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത്? 1 എഴുതണം അല്ലെ. എങ്കിലേ തിരിച്ച് ഇതിനെ ഇവിടെ ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 5 ഇവിടെ വരും, ഈ 5 ഇവിടെ വരും. അതുപോലെ ഈ 5 കൊണ്ട് ഈ 1നെ എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 5 വരും. തിരിച്ച് ഇതുപോലെ ഈ സെറ്റ് തന്നെ ആകും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇവരെ ഇത് ഇത്രയും എൻഡ് ചെയ്യാം. അപ്പം 7 ഇൻറ്റു 6 42 അല്ലെ. 7 ഇൻറ്റു 6 ഇൻറ്റു ചെയ്താൽ 42. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 2 24. 24 ഇൻറ്റു 1 24. അപ്പം ഈ സെറ്റ് 42 ഇത്രയും ഇൻറ്റു ചെയ്താൽ 24. ഇനി ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇൻറ്റു ചെയ്ത ആൻസർ കിട്ടും. 4 ഇൻറ്റു 2 8. 4 ഇൻറ്റു 4 16. 2 ഇൻറ്റു 2 4. 2 ഇൻറ്റു 4 8 പ്ലസ് 8
10, ബാലൻസ് 1, 8 + 1 9, 9 + 1 10. 1008 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അത് നമുക്കിവിടെ എഴുതാം. ഈക്വൽ ടു 5 ബ്രാക്കറ്റ് ഓഫ് ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത ആൻസർ ആണ് 1008. പിന്നെ ഈ പ്ലസ്, പിന്നെ ഈ 1. ഓക്കെ, ഇത് ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഈ 1008ന്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഇസിക്കൽ ടു 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണ് അല്ലെ? 5 ഇൻറ്റു എന്നാണ് മീൻ ചെയ്യണം. 5 ഇൻറ്റു, അപ്പൊ ഇവിടെ ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1009. ഓക്കെ, അപ്പൊ ഈ 1009ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസറിന്റെ ഒരു ഫാക്ടറാണ് ഈ 5 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫാക്ടർ കൂടെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇതിന് ഫാക്ടർ ഇല്ല, ബിക്കോസ് 1009 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ പ്രൈം നമ്പർ ആണോ അല്ലയെന്ന് അറിയാൻ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് 3, പിന്നെ വരുന്നത് ഏതാണ്? 5, 7, പിന്നെ വരുന്നത് 11, 30, അങ്ങനെ 70, അങ്ങനെ പോകും. അപ്പൊ ഈ നമ്പേഴ്സുകളെല്ലാം കൊണ്ട് ഈ 1009നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ പ്രൈം നമ്പർ. അതുകൊണ്ട് പ്രൈം നമ്പറിനെ നമുക്ക് ആ നമ്പർ അല്ലാതെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രൈം നമ്പറിന്റെ ഫാക്ടർ എന്താണ്? പ്രൈം നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പറെ നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 1009 കൊണ്ട് 1 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 1009 ഈസ് ദ ഫാക്ടർ ആണ്. 1009ന്റെ ഒരു ഫാക്ടർ ആണ് 1009. പിന്നെ എന്താണ്? 1009 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 1ന്റെ ടേബിൾ എത്ര വട്ടം പറഞ്ഞാൽ 1009 കിട്ടും? 1009 ടൈംസ് പറഞ്ഞു കഴിഞ്ഞാൽ 1009 കിട്ടും, ബാലൻസ് 0. സോ 1ന്റെ ടേബിൾ കൊണ്ട് നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻറ്റു 1. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ നമ്പറിന്റെ ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു സെറ്റ് ഓഫ് നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 5, പിന്നെ ഈ ഡിജിറ്റ്, പിന്നെ അതിനെ 1 കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 1ഉം അതിന്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 3 ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ കോമ്പോസിറ്റ് നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണ്? മോർ ദാൻ 2 ഫാക്ടർ. അപ്പൊ ഇത് മോർ ദാൻ 2 ഉണ്ട് അല്ലെ? 1, 2, 3 ഉണ്ട്. രണ്ടിനെക്കാട്ടി കൂടുതൽ ഫാക്ടർ ഉണ്ട്. സോ ദിസ് ഈസ് എ എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സ്പ്ലെയിൻ വൈ, എന്തുകൊണ്ട് ഇത് കോമ്പോസിറ്റ് നമ്പർ ആണെന്നുള്ള ഡെഫിനിഷൻ അങ്ങ് അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങ് എഴുതാം. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? സിൻസ് ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് അല്ലെ? ഇവിടെ നമുക്ക് എത്രയുണ്ട്? 2-ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് therefore ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അതുകൊണ്ട് ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അത് ഇത്രയും മൾട്ടിപ്പിൾ ചെയ്ത് ഇതിങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി നമുക്ക് എക്സസൈസ് 1.1ലെ 7th ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? There is a circular path around a sports field. Sonia takes 80 minutes to drive 1 round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് പറയുന്നത്? There is a circular path around a sports field. ഒരു സ്പോർട്സ് ഫീൽഡിന് ചുറ്റുമുള്ള ഒരു സർക്കുലർ പാത്ത് ആണ്. ഇതാണ് സർക്കുലർ പാത്ത് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സർക്കുലറിലുള്ള പാത്ത്. ഇത് സ്പോർട്സ് ഫീൽഡ്. ഓക്കെ, അവിടെ സോണിയ ടേക്സ് 80 മിനിറ്റ്സ് ടു ഡ്രൈവ് 1 റൗണ്ട് ഓഫ് ദ ഫീൽഡ്. അതായത് സോണിയ, ഇതാണ് സോണിയ എന്ന് വിചാരിക്കുക. ഈ സർക്കുലർ പാത്തിലൂടെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് ആ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്ത് തിരിച്ച് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ 18 മിനിറ്റ് എടുക്കുന്നു അങ്ങനെ എത്താൻ. While Ravi takes 12 minutes for the same. ഇതുപോലെ കറങ്ങി വരാൻ രവി എന്ന് പറയുന്ന ആള് ഡ്രൈവ് ചെയ്ത് കറങ്ങി വരാൻ, ചുറ്റി വരാൻ എത്ര എടുക്കുന്നു? 12 മിനിറ്റ്സ് എടുക്കുന്നു. ഓക്കെ,
സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ്, രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. അപ്പം രവിയെ ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. ഇത് രവി, ഇത് സോണിയ. രവിക്ക് എടുക്കുന്ന ടൈം 12 മിനിറ്റ്, സോണിയക്ക് എടുക്കുന്ന ടൈം 8 മിനിറ്റ്. അപ്പൊ സപ്പോസ് ദേ ബോത്ത് സ്റ്റാർട്ട് അറ്റ് ദ സെയിം പോയിന്റ്, ഒരേ പോയിന്റിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് ഗോ ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലോട്ടാണ് അവർ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇങ്ങനെ ഇവരിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്രാമത്തെ മിനിറ്റ്, ഏത് മിനിറ്റിൽ എത്തുമ്പോഴാണ് രണ്ടുപേരും ഒരേ ഇടത്ത് എത്തുന്നത്. കാരണം ഇവൻ 80 മിനിറ്റ്, സോണി 80 മിനിറ്റ് എടുക്കുന്നു, അപ്പം സ്ലോ ആണ് ഇവിടെ വരെ കറങ്ങി എത്താൻ. രവി 12 മിനിറ്റ് എടുക്കുന്നേ ഉള്ളൂ കറങ്ങി വരാൻ, ഡ്രൈവ് ചെയ്ത് ഈ സർക്കുലർ പാത്ത് ചുറ്റി വരാൻ 12 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അപ്പം സോണിയം കാട്ടി സ്പീഡ് കൂടുതലാണ് രവിക്ക്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ ടൈമിലല്ല പോകുന്നത്. രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഈ സോണിയ സ്ലോ ആയിട്ട് പോകും, അതിനായിട്ട് സ്പീഡിൽ രവി പോകും. അപ്പൊ രണ്ടുപേരും ഒരേ രീതിയിലല്ല പോകണം. രണ്ടുപേരും ഒരാൾ മുന്നിലും ഒരാൾ പിറകിലായിട്ടാണ് പോകണം. അപ്പൊ പക്ഷെ ഇവരിങ്ങനെ കറങ്ങി വരുമ്പോൾ ഏതോ ഒരു മിനിറ്റിൽ, ഏതോ ഒരു ടൈമിൽ രണ്ടുപേരും അടുത്തടുത്ത് എത്തും, ഒരേ പോയിന്റിൽ എത്തും, മീറ്റ് ചെയ്യും. ഒരിടത്ത് വെച്ച് തന്നെ അവർ മീറ്റ് ചെയ്യുന്ന ആ ടൈം എത്ര, ഏത് മിനിറ്റിലാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ. അപ്പൊ നമുക്കിവിടെ സ്റ്റെപ്പ് എഴുതാം. എന്താണ് സ്റ്റെപ്പ്? ടൈം ടേക്കൺ. എന്താണ് സ്റ്റെപ്പ്? ടൈം ടേക്കൺ ബൈ സോണിയ ടു ഡ്രൈവ് ഓൺ റൗണ്ട്. ഒരു റൗണ്ട് എടുക്കാൻ സോണിയ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 18 മിനിറ്റ് ആണ്. ഇനി അടുത്ത ടൈം റൗണ്ട്. ടൈം ടേക്കൺ ബൈ രവി ടു ഡ്രൈവ് ഓൺ റൗണ്ട് എത്രയാണ്? 12 മിനിറ്റ്. ഓക്കെ, അപ്പൊ സോണിയ എടുക്കുന്ന ടൈം 18 മിനിറ്റ്, രവി എടുക്കുന്ന ടൈം 12 മിനിറ്റ് ആണ്. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? ടൈം ടേക്കൺ ബൈ ബോത്ത് ടു മീറ്റ് അഗെയിൻ. രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സമയം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് LCM മെത്തേഡാണ്. ഇതിന്റെ ഈ രണ്ട് നമ്പറിന്റെ LCM ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടുപേരും ഒരേ സമയത്ത് മീറ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ രണ്ട് ടാപ്പ് ഒരു ബക്കറ്റിൽ, ഒരു ടാപ്പ് തുറന്നു വിട്ടാൽ ആ ബക്കറ്റ് നിറയാൻ എടുക്കുന്ന സമയം 5 മിനിറ്റും രണ്ടാമത്തെ ടാപ്പ് തുറന്നാൽ 3 മിനിറ്റും എടുക്കുമെങ്കിൽ ഈ രണ്ട് ടാപ്പ് തുറക്കുമ്പോഴുള്ള ടൈമിൻ്റെ ഇതൊക്കെ ചോദിക്കുന്നതെല്ലാം എന്താണ്? LCM ആണ് യൂസ് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ LCM കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ട് LCM ഓഫ് 18,12 എന്ന് ചോദിക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് സ്റ്റെപ്പ് പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് LCM മെത്തേഡാണ്. അപ്പോൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ LCM എടുത്താൽ മതി. LCM ഓഫ് 18,12. ഈ 18ഉം 12ന്റെ LCM എടുത്താൽ നമുക്ക് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്, ആ ടൈം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് LCM കാണേണ്ടത്? 18,12 ഇങ്ങനെ വരച്ചിട്ട് രണ്ട് ഡിജിറ്റ് നമ്പർ ഏതാണ്? ഈവൻ നമ്പർ ആണ് അല്ലേ? 18ഉം 12ഉം ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് 2ന്റെ ടേബിൾ രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ന്റെ ടേബിൾ 18 9 ടൈംസ്, 12 6 ടൈംസ്. ഇനി 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 പറ്റില്ല, 6നെ ഡിവൈഡ് ചെയ്യണം. അപ്പം 9 അങ്ങനെ എഴുതി. 6 വന്നിട്ട് 3 ടൈംസ്. 6 2ന്റെ ടേബിൾ 3 ടൈംസ്. ഇനി നമുക്ക് 2ന്റെ ടേബിൾ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 3 ആണ്. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വന്നിട്ട് 3 ടൈംസ്, ഈ 3 വന്നിട്ട് 1 ടൈംസ്. ഇനി നമുക്ക് വീണ്ടും 3 കൊണ്ട് ഈ 3 ഡിവൈഡ് ചെയ്യാം. ഒരു വട്ടം, ഇവിടെയും ഒരു വട്ടം. ഇത് ഓൾറെഡി ഡിവൈഡ് ആയി, അതുകൊണ്ട് ആ 1 എടുത്ത് എഴുതി. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. അതായത് 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 ഇൻറ്റു 3 9 ഇസിക്കൽ ടു 9 ഇൻറ്റു 4 36. അപ്പോൾ 36 മിനിറ്റ് ആണ് എടുക്കുന്നത് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അതായത് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. സർക്കുലർ പാത്തിൽ
സോണിയ ആ സർക്കുലർ പാത്ത് കറങ്ങി വരാൻ എടുക്കുന്ന സമയം 18 മിനിറ്റ്, അതുപോലെ രവി കറങ്ങി വരാൻ എടുക്കുന്ന സമയം 12 മിനിറ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ LCM ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ കണ്ട് അതിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ LCM വാല്യൂ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സസൈസ് 1.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എക്സസൈസ് 1.2 നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.